ഹായ് ഓൾ, വെൽക്കം ടു ജയലൻ. SSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജയലന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ SSC എക്സാംസിൽ നമുക്കറിയാം 3 തലങ്ങളിലായിട്ടാണ് എക്സാംസ് നടക്കുന്നത് മെയിൻ ആയിട്ട്. അതായത് ഡിഗ്രി ലെവല്, 10th ലെവല്, 12th ലെവല്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് CGL എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡിഗ്രി ലെവലിൽ നടക്കുന്ന എക്സാം ആണ്, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ. അപ്പോൾ ഈ ഒരു CGL എക്സാംസിനെ കുറിച്ചും അതിൽ വരുന്ന പോസ്റ്റുകളെ കുറിച്ചും എലിജിബിലിറ്റി, എക്സാം പാറ്റേൺ, ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് എല്ലാവർക്കും ഉണ്ടായിരിക്കും അല്ലേ. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ CGL എക്സാമിനെ കുറിച്ച് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾ ഏതൊക്കെയാണോ ആ പരീക്ഷകളുടെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കണം എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് CGL എക്സാമിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം CGL എന്ന് പറയുമ്പോൾ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലാണ്. ഗ്രാജുവേറ്റ്സ് അതായത് ഡിഗ്രി യോഗ്യതയുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് അല്ലേ. അപ്പം ഇത് SSC ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്ക്. അപ്പോൾ ഗ്രൂപ്പ് എ എന്ന് പറയുന്നത് UPSC ലെവലിലായിരിക്കും എക്സാം നടക്കുന്നത്. ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്കായിരിക്കും ആ ഒരു ലെവലിലുള്ള പല സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലേക്കുള്ള പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് SSC CGL എക്സാം വഴി നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര ഐഡിയ കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് എക്സാംസ് ആണിത്. അസിസ്റ്റന്റ് ഓഡിറ്റർ ഓഫീസർ, അതുപോലെ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, പല മിനിസ്ട്രീസിന്റെ ആണ്. അതുപോലെ മിനിസ്ട്രീസ്, ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷനിലെ അസിസ്റ്റൻസ്, പല മിനിസ്ട്രീസിന്റെ കീഴിൽ വരുന്നത്. പിന്നെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ, അതുപോലെ എൻഫോഴ്സ്മെന്റ് ഓഫീസർ, അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ, CBIയിലേക്കുള്ള SI ഇൻസ്പെക്ടർ പോസ്റ്റുകൾ, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസേഴ്സ്, ഇങ്ങനെയുള്ള എക്സാംസ് ഒക്കെയാണ്. ഇങ്ങനെയുള്ള പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നമ്മുടെ CGL എക്സാമിലൂടെ നടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പോസ്റ്റുകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാലേ, വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊമോഷൻ സാധ്യതകളൊക്കെ ഉള്ള ഒരു പോസ്റ്റുകളിലേക്കാണ് CGL എക്സാം ക്ലിയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. അതുപോലെ തന്നെ പേ ലെവൽ നോക്കുകയാണ്, പേ സ്കെയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 8 മുതൽ 4 വരെയാണ് ഈ CGL എക്സാമിൽ വരുന്ന പോസ്റ്റുകൾക്ക് വരുന്ന സാലറിയുടെ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പേ ലെവൽ 8 എന്ന് പറയുമ്പോൾ തന്നെ ബേസിക് പേ തന്നെ 47,600 to 1,51,100 ആണ്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് സാലറി ആണിത്. പേ ലെവൽ 8ഉം പേ ലെവൽ 4ൽ മിനിമം നിങ്ങൾക്ക് ഒരു 25,500 to 81,100 ആ ഒരു റേഞ്ച് വരെ ആയിരിക്കും നിങ്ങളുടെ പേ സ്കെയിൽ വരുന്നത്. അപ്പം സ്റ്റാർട്ടിങ് സാലറി തന്നെ വളരെ കൂടുതലാണ്. ഇനി പ്രൊമോഷൻസ് ഒക്കെ കിട്ടുമ്പോൾ ഇത് കൂടിക്കൂടി വരും, നമുക്ക് അറിയാമല്ലേ. അപ്പോൾ ജോലി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല പൊസിഷനിൽ വളരെ നല്ല സാലറിയോടെ മറ്റ് അലവൻസും അതുപോലെ മെഡിക്കൽ കവറേജ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ജോലിയിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് നാളത്തെ കഷ്ടപ്പാട്, നമുക്കിനി എക്സാം ജൂൺ ജൂലൈ വരെ ആയിരിക്കും എക്സാം നടക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് വരെ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക, മാക്സിമം ശ്രമിച്ച് ജോലിയിലേക്ക് ക്ലിയർ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണല്ലേ ഇതെല്ലാം. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ ഏജ് ലിമിറ്റ് ഇന്ത്യൻ ആയിരിക്കണം. അതുപോലെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 32 years. ഇതും വേരിയേഷൻ വരാം, ചില പോസ്റ്റുകളിൽ ഇതിൽ കുറയാം, ചില പോസ്റ്റുകളിൽ കൂടാം. അതുപോലെ റിസർവേഷൻസ് ഒക്കെ വരുന്ന അനുസരിച്ച് ഈ ഏജിൽ ലിമിറ്റേഷൻസും വേരിയേഷൻസ് ഒക്കെ മാറി വരാം. പിന്നെ ക്വാളിഫിക്കേഷൻ നമുക്കറിയാം, ഓൾമോസ്റ്റ് എല്ലാ പോസ്റ്റുകൾക്കും ഒരു ഡിഗ്രി ഉണ്ടായാൽ മതി. ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പക്ഷെ ചില പോസ്റ്റുകളുണ്ട്, അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ, ഓഡിറ്റർ പോലുള്ള എക്സാംസിനൊക്കെ ആ പോസ്റ്റുകളിൽ ഒരു സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഡിഗ്രിയിൽ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു പേപ്പറായിട്ട് വേണം, അങ്ങനെയൊക്കെ പറയുന്ന അത് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഏതൊക്കെ പോസ്റ്റുകളാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് ചില ക്രൈറ്റീരിയാസിൽ മാറ്റമുണ്ട്. ബട്ട് ബേസിക്കലി ഓൾമോസ്റ്റ് എല്ലാ എക്സാംസും ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. അതുപോലെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ April May മാസത്തോടെ നോട്ടിഫിക്കേഷൻ വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ടാണ് എക്സാം വരുന്നത്. അപ്പോൾ ഇപ്പോൾ മാർച്ച് ഫുള്ളുണ്ട്, ഏപ്രിൽ ഫുള്ളുണ്ട്, മെയ് ആൻഡ് ജൂൺ ഓർ ജൂലൈ നമുക്ക് എക്സാം വരുന്നത്. മിനിമം 3 മാസം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഈ 3 മാസം കൊണ്ട് നിങ്ങൾ എത്രത്തോളം നല്ല രീതിയിൽ പഠിക്കാൻ മാത്രമല്ല, ഇപ്പം നമ്മൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് സിലബസിലാണ്. ഓക്കെ, എങ്ങനെ നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് വീഡിയോയിൽ. അതിൻ്റെ കൂടെ തന്നെ പ്രാക്ടീസ് ആണ്. പ്രാക്ടീസ് എന്താണ്? മാക്സിമം മോക്ക് ടെസ്റ്റുകൾ. ഓക്കെ, മാക്സിമം മോക്ക് ടെസ്റ്റുകൾ, കഴിഞ്ഞ 5 വർഷത്തെ PYQs
ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് വർക്കൗട്ട് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല രീതിയിൽ തന്നെ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെക്കാം. ഇനി ഫസ്റ്റ് ടയർ CGL എക്സാമിന് 2 ടയറും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ടയർ 1 എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 200 മാർക്ക് ആയിരിക്കും. 1 hour ആണ് ടൈം ഡ്യൂറേഷൻ വരുന്നത്. ഓക്കെ, എക്സാം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 60 minutes അല്ലെങ്കിൽ 1 hour ആണ്. ഓക്കെ, 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ 100 ക്വസ്റ്റ്യൻസ് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. അതിൽ ഒരു ക്വസ്റ്റിന് 2 മാർക്ക് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ടൈം കുറവാണ്. ഇവിടെ ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് ടൈമാണ്. 100 ക്വസ്റ്റ്യൻ നിങ്ങൾ 1 മണിക്കൂറിനുള്ളിൽ വായിച്ചു തീർക്കണം. ഓക്കെ, 4 സെഷൻസ് ആയിട്ടാണ് എക്സാം നടക്കുന്നത്. 4 സെഷനിൽ 25 ക്വസ്റ്റ്യൻസ് വീതമാണ് ഉള്ളത്. 25 ക്വസ്റ്റ്യൻസും 50 മാർക്ക് വീതമാണ് വരുന്നത്. അങ്ങനെ 1 hour നിങ്ങൾക്ക് കിട്ടും. ഈ 1 മണിക്കൂർ നിങ്ങൾ 4 സെഷൻസും വായിച്ച് തീർക്കാനായിട്ടുള്ളൊരു ടൈം മാനേജ്മെന്റ് നിങ്ങൾ റെഡിയാക്കണം. അതിന് മാക്സിമം മോക്ക് ടെസ്റ്റുകളും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വർക്കൗട്ട് ചെയ്യാം. പിന്നെ സെഷണൽ ടൈമിംഗ് ഇല്ല, അതായത് ഒരു സെഷൻ ഇത്ര ടൈം വെച്ചിട്ടില്ല. 4 സെഷനും 1 മണിക്കൂറും. 4 സെഷനിൽ ഏത് സെഷൻ വേണം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. ആ രീതിയിലാണ് എക്സാം വരുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടയർ 1 എന്ന് പറയുന്നത് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാംസ് ഒക്കെ പോലെ തന്നെ ക്വാളിഫയിങ് മാത്രമാണ്. ഇതിന്റെ മാർക്ക് ഫൈനൽ സെലക്ഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്തില്ല. ടയർ 2ന്റെ മാർക്കാണ് ഫൈനൽ സെലക്ഷനിലേക്ക് എടുക്കുന്നത്. അപ്പം നമുക്ക് 200 മാർക്കിൽ ഒരു 150 മാർക്കെങ്കിലും മിനിമം വാങ്ങാൻ പറ്റണം. ഓക്കെ, ഒരു 150 മാർക്കെങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള സാധ്യതകൾ കൂടും. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം ഈ എക്സാമിന് നിങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട്. ഇനി ടയർ 1ന്റെ എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ 4 സെഷൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് നമ്മുടെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, അതുപോലെ ജനറൽ അവയർനെസ് GK പാർട്ട് വരുന്നുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും അതുപോലെ ഇംഗ്ലീഷുമാണ്. ഓക്കെ, മാത്സ്, റീസണിങ്, GK, ഇംഗ്ലീഷ്, ഇത്രയാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന്റെ സെഷൻസ് വരുന്നത്. അതിൽ ഓരോ സെഷനിൽ 25 ക്വസ്റ്റ്യൻസ് വീതം 50 മാർക്ക് വീതമാണ് വരുന്നത്. ഓക്കെ, അങ്ങനെ 100 മാർക്ക് ക്വസ്റ്റ്യൻസും 200 മാർക്കും വരുന്നത്. ഓക്കെ, ടോട്ടൽ 60 മിനിറ്റും കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ GK പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ PSCക്ക് പഠിക്കുന്നതിലും കുറച്ചുകൂടി ഹയർ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാൻ വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോവുക. മാത്സും ഏറ്റവും കൂടുതൽ ടൈം എടുക്കാൻ സാധ്യത പ്രാക്ടീസ് ഇല്ലെങ്കിൽ ഇംഗ്ലീഷിന് ടൈം പോവാം, മാത്സിന് ടൈം പോവാം, GK ഒക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് വായിച്ച് വിടാവുന്നേ ഉള്ളൂ. അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് ടൈം പ്രാക്ടീസ് ചെയ്ത് കവറപ്പ് ചെയ്തെടുക്കുക. ഇനി ടയർ 1 ക്ലിയർ ആയി കഴിയുമ്പോൾ നമുക്ക് അടുത്ത എക്സാം വരുന്നത് ടയർ 2 ആണ്. ടയർ 2ൽ 2 പേപ്പേഴ്സാണ് വരുന്നത്. ആദ്യത്തെ പേപ്പർ എന്ന് പറഞ്ഞാൽ എല്ലാ പോസ്റ്റിലും, അതായത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും കമ്പൽസറി ആണ്. അതിന് 2.5 മണിക്കൂറാണ് ടൈം അലൗട്ടഡ് ആയിട്ടുള്ളത്. രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത് ഫോർ ദ കാൻഡിഡേറ്റ്സ് ഹു അപ്ലൈ ഫോർ ദ പോസ്റ്റ് ഓഫ് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ഇൻ ദ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം. അപ്പോൾ ഇത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സെക്കൻഡ് പോസ്റ്റുകളാണ് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറൊക്കെ. അതാണ് പേപ്പർ 2ൽ വരുന്നത്. അപ്പോൾ പേപ്പർ 2 2 മണിക്കൂറാണ് വരുന്നത്. അപ്പം ഈ ഒരു രീതിയിലാണ് ടയർ 2 വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ 2 സെഷൻസ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് സെഷനിൽ എത്ര സെക്ഷൻസാണ്? 3 സെഷൻസ് വരുന്നുണ്ട്. മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ഉം വരുന്നത് മാത്സും റീസണിങ് ആണ്. സെഷൻ 1ലെ മൊഡ്യൂൾ 1 മാത്സും മൊഡ്യൂൾ 2 റീസണിങ് ആണ്. അപ്പോൾ മൊത്തം 30 ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു 30 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ 60 ക്വസ്റ്റ്യൻസ് മാത്സും റീസണിങ്ങിൽ നിന്നും. ഇംഗ്ലീഷും GKയും 45-25 ആണ് വരുന്നത്. അപ്പോൾ ഇംഗ്ലീഷിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത്. ഓക്കെ, മാർക്ക് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നത് ഇംഗ്ലീഷാണ്. ഇപ്പോൾ ഫസ്റ്റ് സെക്ഷന് 1 മണിക്കൂർ, സെക്കൻഡ് സെഷനും 1 മണിക്കൂർ വെച്ചാണ് വരുന്നത്. അപ്പം ആദ്യത്തെ ടയറും രണ്ടാമത്തെ ടയറും വെച്ച് നോക്കുമ്പോൾ രണ്ടാമത്തെ ടയറിൽ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ഹയർ ലെവലിലായിരിക്കും, ഡിഫിക്കൽട്ടി ലെവൽ കൂടും. അതുപോലെ ടൈമും നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. ആ ഒരു രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് വരുന്ന ഏരിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്ത് എഴുതുക. പിന്നെ തേർഡ് സെഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ നോളേജും ഉണ്ടാവും, ഡാറ്റ എൻട്രി, സ്പീഡ് ടെസ്റ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് രണ്ടും ക്വാളിഫയിങ് ആണ്. ഇത് രണ്ടും പാസ്സായാൽ മാത്രമേ നമുക്ക് ഈ ഒരു സെഷനിലെ മാർക്ക് കൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെന്തായാലും നമ്മൾ ജയിച്ചേ പറ്റുള്ളൂ അല്ലേ. ഈ കാര്യങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത്രയാണ് ടയർ 1ന്റെ ഫസ്റ്റ് പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ പേപ്പർ 2 ഉണ്ട്. പേപ്പർ 2 നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു എക്സാം ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും. അത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് പേപ്പർ. 100 ക്വസ്റ്റ്യൻസും 200 മാർക്കും 2 മണിക്കൂറാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അതുകൂടി ഒന്ന് ഓർത്ത് വെക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് ടയറും സെക്കൻഡ് ടയറും CGL എക്സാംസ് നടക്കുന്നത്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് CGL എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ജൂൺ ജൂലൈ മാസത്തെ, അതായത് നമ്മുടെ ഈ ഒരു 3 മാസം കൊണ്ട് നിങ്ങൾക്ക് എക്സാംസ് ഉണ്ടാവുന്നതാണ്, CGL എക്സാംസ്. അപ്പോൾ ഈ ഒരു എക്സാം നല്ല രീതിയിൽ നിങ്ങൾ ഈ ഒരു 3 മാസം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു പോസ്റ്റിൽ തന്നെ, സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റിൽ തന്നെ ജോലി നേടാനും സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും മനസ്സിൽ വെക്കുക. അതുപോലെ തന്നെ SSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് ജലൻ PHയുടെ ഒരു കോഴ്സ് ഉണ്ട്. ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് HD ക്ലാസ്സസ് ഉണ്ടായിരിക്കും, അതുപോലെ ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിന്റെ നിങ്ങൾക്ക് എക്സാംസിന് വേണ്ട സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും പ്രാക്ടീസ് സെക്ഷൻസും അവൈലബിൾ ആയിരിക്കും. അപ്പം എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് മാക്സിമം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിലബസ് കവർ ചെയ്യുന്ന മാത്രമല്ല പ്രാക്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ബേസ്ഡ് ആയിട്ടുള്ള MCQs ഒക്കെ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ SSC എക്സാമിനുള്ള ഇനിയുള്ള 3 മാസങ്ങൾ കൃത്യമായിട്ട് സിലബസ് ബേസ് ചെയ്ത് നിങ്ങളൊരു കറക്റ്റ് സ്റ്റഡി പ്ലാനോ സ്ട്രാറ്റജിയോ ബേസ് ചെയ്ത് പഠിച്ചു പോവുക. അങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ടും ഈ വർഷം തന്നെ നല്ലൊരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ജോബ് ക്ലിയർ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അടുത്ത 3 മാസമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. 3 മാസത്ത് നല്ല രീതിയിൽ തന്നെ പഠിച്ച് ജോലിയിലേക്ക് എത്താൻ സാധിക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്